ഇനി അടുത്ത ആളിവിടെ ഷിഫ്റ്റിന് പോവാൻ റെഡി ആവുക. ഹായ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വീക്സ് ആവാൻ പോകുന്നു ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ആക്ച്വലി വീഡിയോ ചെയ്യണമെന്നുണ്ട്. ചെയ്യാതിരിക്കുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ കമൻറ്റേ ഉള്ളൂ. കാരണം എവറി ഡേ, അതായത് 7 ഡേയ്സും വർക്ക് ചെയ്യുന്ന എനിക്കൊരു ഫ്രീ ഡേ ഇല്ല. കുറച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെയൊന്നും എനിക്കൊരു ഫ്രീ ഡേ ഇല്ല. ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. ഇനി ഇൻ കേസ് എനിക്ക് അതിനൊരു കുറച്ച് ഒരു 4 മണിക്കൂറോ 2 മണിക്കൂറോ എനിക്ക് ഓഫ് കിട്ടിയാൽ വാട്ട് ഐ എം ഗോണ ഡു ജസ്റ്റ് സ്ലീപ് ഓർ ടേക്ക് റെസ്റ്റ്. കാരണം എനിക്ക് കിട്ടാതെ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കുക മീൻസ് ഓക്കെ, കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഭയങ്കര സിമ്പിളായിട്ട്. എനിക്കിപ്പോൾ കുക്ക് ചെയ്യാൻ കൂടി എനിക്ക് മടിയാണ്. 8-8:30 ആകുമ്പോൾ ഉറങ്ങുക, പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ അത്രയും നേരത്തെ കിടന്നാൽ നേരത്തെ എഴുന്നേക്കാറില്ല. ഞാനൊരു 30-40 മിനിറ്റ്സിൽ ഗെറ്റ് റെഡി ആവുന്ന രീതിക്ക് ഒരു ഷർവടേന്ന് പറഞ്ഞൊരു പോക്കാം. ഒരു ചായ പോലും ഞാൻ കുടിക്കത്തില്ല. പോകുന്ന വഴിക്ക് ഒരു ആപ്പിളോ ഒരു പഴം എന്തെങ്കിലും കഴിച്ചിട്ട് ഒരൊറ്റ പോക്കാം. ഇതാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വന്ന ഇതൊക്കെ തന്നെയാണ്. സോ അങ്ങനെയുള്ള എനിക്ക് പെട്ടെന്ന് ആദ്യം എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എനിക്കൊരു ത്രില്ലായി. പിന്നെ എന്നും ഇത് തന്നെ നമുക്ക്, കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യും. ഇത് ചെയ്യും, കുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ കുക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് എൻ്റെ കിച്ചൺ എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഒരു എന്താ പറയാനാ, അത് തീരെ പിള്ളേർ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇത് വേറൊരു കേസ്. പിന്നെ ഉള്ളത് എന്താ പറയാനാ, ഓക്കെ അതൊക്കെ പോട്ടെ. അപ്പം അങ്ങനെയൊക്കെ തിരക്കായത് കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. പിന്നെ ഇന്നല്ല ഈ ഒരു വീക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് വെനസ്ഡേ. ഈ ഒരു വീക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂൾ ഹോളിഡേയ്സ് ആയിരുന്നു. ഹോളിഡേയ്സ് ആണ് ഇന്ന്. അതായത് ഫ്രൈഡേ ഹാലോവിൻ ഡേ ആയതുകൊണ്ട് ഇവിടെ ഹാലോവിൻ ഡേക്ക് ഇവർക്ക് ചില സ്കൂളിൽ 2 വീക്സും ചില സ്കൂളിൽ 1 വീക്ക് ഹോളിഡേയ്സ്. എൻ്റെ സ്കൂളിൽ 1 വീക്കായിരുന്നു. അവർക്ക് അത് നന്നായി പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സെക്കൻഡ് ജോബ്, എൻ്റെ റെസ്റ്റോറൻറ്റ് പണി ഞാൻ ഫുൾ ടൈം എടുത്ത് ഞാൻ ചത്തുപോയാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഹോളിഡേയും ഇന്ന് എനിക്ക് 6 മണിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കോലം കാണുമ്പോൾ ഇത്രയും വൃത്തിയായിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്നതല്ല. ഞാൻ ഒരുങ്ങി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ ഇച്ചിരി സമയമെടുത്ത് ഞാൻ ഐബ്രോ ഒക്കെ ഭയങ്കരമായിട്ടൊക്കെ ഞാൻ ബ്ലഷാണ് ഞാൻ ഇപ്പോൾ ലിപ്സിലിട്ടിരിക്കുന്നത്. അത് ഞാൻ കൺസീലറൊക്കെ ലിപ്സിൽ, അതൊരു ഡാർക്ക് ലിപ്സ് ആയതുകൊണ്ടിട്ട് ഞാൻ കൺസീലറൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഒരു വെറൈറ്റി ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഓക്കെ ഇപ്പം യൂണിഫോമും ഇട്ട് ഞാൻ ഇങ്ങനെ റെഡിയായി നിന്നപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വരുന്നു. ഈ മെസ്സേജ് നീ കാണുകയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, ഇന്ന് നീ ഓഫ് എടുത്തോന്ന് പറഞ്ഞിട്ട്. വാവ് പറയാനാ. when it comes to hour I am not that happy at all. I got an idea, you know, let me try. ഇത് എനിക്ക് ഇത്രയും സന്തോഷത്തിൽ ഞാൻ നിന്നത്, എൻ്റെ ഫ്രണ്ട് ഇവിടെ സെൻട്രൽ ലണ്ടനിലുണ്ട്. അപ്പോൾ അവള് ഇങ്ങനെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ അവൾ ഫുഡ് കഴിക്കാൻ വരാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്കെന്തായാലും ഇത് ഓഫല്ല. അപ്പോൾ അവളുണ്ട്, അവളൊരു മൂവിക്ക് പോയിട്ട് മൂവിയൊക്കെ കഴിഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സെൻട്രൽ ലണ്ടനിലൊരു വാക്ക്, എനിക്ക് ഈ ഒരു വെതർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ്ലി ഐ ഷോ യു. സോ യൂണിഫോം ചേഞ്ച് ചെയ്തു. ഞാൻ ഒരു കറക്കത്തിനുള്ള മൂഡിലോട്ട് അങ്ങ് പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ തണുപ്പത്ത് കറങ്ങാൻ എനിക്കൊരു പേടിയുണ്ട്. കാരണം ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ ഓഡിയോ ഞാനിങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ സൗണ്ട് പോയി എന്നുള്ളത്. ഞാനും ഇവിടുത്തെ വീണ്ടും നല്ലൊരു ടെൻസിലല്ല. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. So, wow. ആ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷെയ്ഡ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്കിലും എനിക്ക് എന്താ പറയാനാ, I have to wear jacket. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതിൽ തന്നെ എനിക്ക് ഇറങ്ങണം. ഇതും കൂടി ഇടാം. കാരണം എനിക്ക് ഞാൻ
അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു മാരക രോഗിയായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സോ ജാക്കറ്റ് കിട്ടും. ഞാനെങ്ങനെ റെഡിയായി പോട്ടെ. എവിടെ ഉണ്ട് അലീഷ? ഫൈനലി ഞാനും അലീഷയും അങ്ങനെ മീറ്റ് ചെയ്തു. സുന്ദരി. അപ്പൊ ഞാനാരാ? ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞ ഒരു വർഷത്തിന് പുറത്തായി ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് കറങ്ങിയിട്ട്. സീരിയസ്ലി പണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ജോലിക്ക് വേണ്ടി തെളിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു 100 ജോലിക്ക് വേണ്ടി ട്രയൽ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെൻട്രൽ ലണ്ടൻ മുഴുവനും ഞാൻ കറങ്ങിയിട്ടുണ്ട്. ആ ഒരു മെമ്മറിയാണ് എനിക്ക് ട്രഫാൽഗർ സ്ക്വയർ ഒന്ന് കേൾക്കുമ്പോൾ. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ലസ്റ്റർ സ്ക്വയർ അങ്ങോട്ടോ? അങ്ങോട്ടാ ട്രഫാൽഗർ സ്ക്വയർ. ചൂടോ? ഈ മഴയൊക്കെ ശരിക്കും പറഞ്ഞ സെൻട്രൽ കൂടെ നടക്കുന്നത്. ഇനി എന്റെ കൈ ചൂടുണ്ടോ നോക്ക്. കോൾഡായില്ലേ? പൊടി. ഇനി നല്ല മഴയുണ്ടല്ലേ ഇവിടെ. സെറ്റല്ലേ? അലീഷയ്ക്ക് ഒരു ഡാൻസ് കളിക്കണം. ഞാൻ വീഡിയോ എടുത്തു കൊടുക്കണം. ഇത് ബെസ്റ്റ് പ്ലേസ് ആണ്, കാരണം ഇവിടെ ആരുമില്ല. റെഡി 1 സോറി റെഡി 1 2 3 സ്റ്റാർട്ട്. ശരിയാവത്തില്ല. പ്രാക്ടീസ് 1 2 3 സ്റ്റാർട്ട്. കഴിഞ്ഞില്ല? ഇനിയും വേണോ? ഓ മൈ ഗുഡ്നസ്. സീ, എനിക്ക് അലീഷയുടെ കണ്ണാടി വെച്ചിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ബാവ് തേടിയുള്ള നടത്തും. ടേബിൾ ഫോർ 2 കിട്ടുമെന്ന് ആദ്യം നോക്കണം.
ആൻഡ് നമുക്ക് പുറത്തുനിന്ന് ആദ്യം മെനു നോക്കിയിട്ട് കയറാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നൂഡിലുണ്ട്. ഫൈനലി ബാവോ ഞങ്ങൾ വിട്ടു. റിസർവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വാക്കിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പട്ടി വിലയെ കിട്ടത്തുള്ളൂ. അത് വേറൊരു കേസ്. സോ നമുക്കിനി ഇന്ത്യൻ ക്യുസീൻ നോക്ക്. ഇവിടെ ഒരു ഇന്ത്യൻ ക്യുസീൻ ഉണ്ട്. അതായത് നീ കഴിച്ചിട്ടുള്ളതാണ് പറയട്ടെ. മസാല സോൺ ഇവിടെ റിസർവ് ചെയ്യണമെന്ന് അത്യാവശ്യമില്ല. ഇവിടെ തിരക്കൊക്കെ ഇച്ചിരി. എനിക്ക് ഈ പുറത്തൊരു ഔട്ട്സൈഡ് സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഫൈനലി നമ്മൾ ബാവ് വിട്ടു. നമ്മള് ബാവോട് എനിക്ക് ബാവോ പ്രോൺസ് അല്ലെങ്കിൽ ബാവോ ചിക്കൻ ട്രൈ ചെയ്യാനായിരുന്നു ആഗ്രഹം. ബാവോ ബൺസ് അപ്പോൾ നമ്മൾ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ബാവോ ബൺസ്